ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഔട്ടിംഗാണ്. നമ്മുടെ തൃശ്ശൂരിനടുത്തുള്ള ചിമ്മിനി ഡാമിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞാൻ ഇന്ന് പോകുന്നത് ചിമ്മിനി ഡാമിലേക്കാണ്. നമുക്ക് ഇവിടുന്ന് അറൗണ്ട് ഒരു 60-65 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഈ ചിമ്മിനി ഡാമിലേക്ക് പോകാനായിട്ട്. അത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഇക്കാടെ സിസ്റ്ററിനെ വിളിച്ചിട്ട് അവരെയും കൂട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ കൊടകര എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു ഫാമിലിയും കൂടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി, ആളുടെ ഹസ്ബൻഡ്, കുട്ടിയും. പിന്നെ അവരെത്തിയപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്രയായി. പോകുന്ന റൂട്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് നേരെ കൊടകര, അവിടെ നിന്ന് നേരെ വെള്ളികുളങ്ങര, പിന്നെ ചൊക്കന വഴി പാലപ്പള്ളി, ചിമ്മിനി ഡാം. നമുക്ക് വേണമെങ്കിൽ ആമ്പല്ലൂർ വഴി വരന്തരപ്പള്ളി ആ ഒരു റൂട്ട് പോവാം. പക്ഷേ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാരണം റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഒരുപാട് കാഴ്ചകൾ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് ആനകളെയും കാണാം. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ചിമ്മിനിക്ക് പോകുന്ന എലിഫൻറ്റ് സൈറ്റിംഗ് സ്പോട്ട് ഉണ്ട്. അവിടെയാണ് നമുക്ക് കൂടുതലായിട്ടും ആനകളൊക്കെ കാണാൻ പറ്റുക. നമ്മളിതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ആദ്യം വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു വന്നത്. അന്ന് നമ്മൾ ആനേനൊക്കെ കണ്ടിരുന്നു. ഇത്തവണ എങ്ങനെയൊന്നും നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇൻ കേസ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. ഇതുപോലെ ഓരോ സ്പോട്ട് എത്തുമ്പോഴും നമ്മൾ ഇറങ്ങി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഈ ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം എലിഫൻറ്റ് സൈറ്റിംഗ് സ്പോട്ടാണ്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആനേനെങ്ങാനും കാണാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ അകത്തേക്കൊന്നും പോകാനുള്ള പ്രവേശനമൊന്നും നമുക്കില്ല. അവിടെ നിർത്തി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്നല്ലാതെ ഉള്ളിലോട്ടൊന്നും കയറാൻ ആരും ശ്രമിക്കരുത്. പിന്നെ അധിക നേരം നമ്മളവിടെ നിന്നില്ല. പിന്നെ വീണ്ടും അവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു അരുവി പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ശരിക്കും നമുക്ക് ഇറങ്ങാനും അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഒന്നാമത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മൾ പോയ ദിവസം ഒരുപാട് പേര് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അതിൻ്റെ പേരിലും പിന്നെ ചെറിയ രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ നമ്മളവിടെ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ആനത്താര കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചിമ്മിനി എത്തുന്നത് വരെ.
നമ്മൾ പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാമിലേക്കുള്ള എൻട്രി ഫീസൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. വണ്ടി നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടന്നത്. ഡാമിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുട്ടവഞ്ചി സവാരി ഉണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ എന്തായാലും ലേറ്റായി, അപ്പോൾ അതിന് നമുക്കൊന്നും കയറാനും പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയി. അപ്പോൾ നമുക്ക് വീഡിയോസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയൊരു ടൈമാണ്. ഒരുപാട് നല്ല ഷൂട്ടിങ്ങൊക്കെ കിട്ടുന്നൊരു സമയമാണ്. ഇതാണ് ഡാമിലെ മൊത്തത്തിലുള്ളൊരു വ്യൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എലിഫൻറ്റ് സൈറ്റിംഗ് സ്പോട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു ക്ലിപ്പും കൂടി നമ്മൾ എടുത്തിരുന്നതായിരുന്നു. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.